പോകുന്ന 10 വമ്പൻ ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മോഹൻലാലിന്റെ വരാനിരിക്കുന്ന സിനിമകളൊക്കെ തന്നെ വൻ പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളാണ്. അതിൽ തന്നെ ചില ചിത്രങ്ങൾ കുറച്ചുകൂടെ ഹൈപ്പിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ്. ആദ്യത്തേത് തുടരുമെന്ന ചിത്രമാണ്. വലിയ അപ്ഡേറ്റുകളൊന്നും വരാത്ത ഈ ചിത്രം ഈ മാസം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് തരുൺ മൂർത്തിയാണ്. ഒരു സാധാരണ കാർ ഡ്രൈവറായാണ് മോഹൻലാൽ ഈ ചിത്രത്തിലെത്തുക. 20 വർഷത്തിന് ശേഷം ശോഭന വീണ്ടും മോഹൻലാലിന്റെ നായികയായി എത്തുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. എന്തായാലും ചിത്രത്തിനു വേണ്ടി ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അടുത്ത ചിത്രം അത് മോഹൻലാലിന്റെ ബിഗ് ബഡ്ജറ്റ് തെലുങ്ക് ചിത്രമാണ്. കണ്ണപ്പ എന്ന ഈ ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും നേരത്തെ തന്നെ റിലീസ് ചെയ്തിരുന്നു. മുകേഷ് കുമാർ സിംഗ് ഡയറക്റ്റ് ചെയ്ത് വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന ചിത്രമാണ് കണ്ണപ്പ. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം അണിയറയിൽ ഒരുക്കിയിരിക്കുന്നത്. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം 1976 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രമായ ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് പുറത്തിറക്കുന്നത്. 2025 ഏപ്രിൽ 25 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഈ ചിത്രം റിലീസിനെത്തും. പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് കണ്ണപ്പ ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാലിനെ കൂടാതെ ചിത്രത്തിൽ പ്രവാസും അക്ഷയ് കുമാറും ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. അടുത്ത ചിത്രം അത് റംബാൻ എന്ന ചിത്രമാണ്. 8 വർഷത്തിന് ശേഷം മോഹൻലാലും ജോഷിയും ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ വൻ പ്രതീക്ഷയാണ് ഈ ചിത്രത്തിനുള്ളത്. റംബാൻ എന്ന ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റിന് ശേഷം ഈ ചിത്രത്തിന്റെ അപ്ഡേറ്റുകളൊന്നും പിന്നീട് പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം പകുതിയോടെ ആരംഭിക്കുമെന്നാണ് പല സോഷ്യൽ മീഡിയയിലൂടെയും പുറത്തു വരുന്ന വാർത്ത. ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ചിത്രം അടുത്ത വർഷം തന്നെ തിയേറ്ററിലേക്ക് എത്തുന്നതാണ്. അടുത്ത ചിത്രം മലയാളി പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് എമ്പുരാൻ. ഖുറൈശി അബ്രാം ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ തന്നെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫേമസ് നെക്സസ്. അബ്രാം, ഖുറൈശി അബ്രാം. വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് ഈ ചിത്രത്തിനുള്ളത്. കാരണം അത്ര വലിയൊരു ചിത്രമാണിത്. മലയാളത്തിലെ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം സംവിധാനം ചെയ്യുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിന്റെ റിലീസിന് ഇനി വെറും 2 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. 2019 തിയേറ്ററുകളിലെത്തിയ ആ വർഷത്തെ വലിയ വിജയം നേടിയെടുത്ത 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ സെക്കൻഡ് പാർട്ടായ L2 എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഈ ചിത്രം മലയാളത്തിലെ പല റെക്കോർഡുകളും തകർത്തെറിയുമെന്ന് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്ത ചിത്രം അത് ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ്. ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. ഈ ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഐശ്വര്യലക്ഷ്മിയാണ്. ഐശ്വര്യലക്ഷ്മി ആദ്യമായിട്ടാണ് മോഹൻലാലിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായി സംഗീതയും ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിലൂടെ കൂടുതൽ മലയാളികൾക്ക് പരിചയമുള്ള നടി കൂടിയാണ് സംഗീത. ഈ ചിത്രത്തിന്റെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനായി വരുന്നത് കൊച്ചിയും പൂനെയുമാണ്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ മാസം ആരംഭിക്കുമെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത്. ഈ ചിത്രം ഓണം പ്രമാണിച്ച് ആഗസ്റ്റ് 28 തിയേറ്ററിലേക്ക് എത്തുന്നതാണ്. മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് റാം. ജിത്തു ജോസഫാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. 2 പാർട്ടായിട്ടാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. UK, US തുടങ്ങിയ രാജ്യങ്ങളിലാണ് ചിത്രം ചിത്രീകരിക്കുന്നത്. തൃഷയാണ് റാമിലെ നായികയായി എത്തുന്നത്. സിദ്ദിഖ്, സായ്കുമാർ, ഇന്ദ്രജിത്ത് തുടങ്ങിയ താരനിര ചിത്രത്തിലുണ്ട്. ദൃശ്യത്തിന് ശേഷം മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കേണ്ടിയിരുന്ന ചിത്രമായിരുന്നു ഇത്. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് ശേഷം ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വർഷം ക്രിസ്മസ് റിലീസായി ഈ ചിത്രം എത്തുമെന്നാണ് റൂമറുകൾ ഉള്ളത്. ജിത്തു ജോസഫിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ചിലവേറിയ ചിത്രമായിട്ടാണ് റാം എത്തുന്നത്. ഈ 2 പാർട്ടായി എത്തുന്ന ചിത്രത്തിന് ഏകദേശം 100 കോടിക്ക് മുകളിലാണ് ബഡ്ജറ്റ് ഉള്ളത്. ഇനി ഈ ചിത്രത്തിന് അവശേഷിക്കുന്ന ഷൂട്ടിംഗ് വെറും 50 ദിവസത്തേത് മാത്രമേ ഉള്ളൂ. എമ്പുരാനുള്ളതുപോലെ തന്നെയാണ് പ്രേക്ഷകർക്ക് ഈ ചിത്രത്തിനും പ്രതീക്ഷയുള്ളത്. ഈ ചിത്രം ക്രിസ്മസ് റിലീസായി എത്തുകയാണെങ്കിൽ ഇതുവരെയുള്ള സകല റെക്കോർഡും തകർക്കുമെന്ന് ഉറപ്പാണ്. അടുത്ത ചിത്രം അത് വൃഷഭ എന്ന ചിത്രമാണ്. മോഹൻലാലിന്റേതായി അണിയറയിൽ നിരവധി ചിത്രങ്ങൾ ഒരുങ്ങുന്നുണ്ടെങ്കിലും അദ്ദേഹം നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം എന്ന നിലയിൽ ചർച്ചകളിൽ ഇടം പിടിച്ച ചിത്രമാണ് വൃഷഭ. കന്നഡ ഫിലിം മേക്കർ നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നുകൂടിയാണ്. ഈ പറഞ്ഞ ഫാന്റസി ആക്ഷൻ ഡ്രാമ ചിത്രം ഈ വർഷം ഒക്ടോബറിലാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. പ്രധാന കഥാപാത്രങ്ങളെ മുൻനിർത്തി തലമുറകളിലൂടെ കഥ പറയുന്ന ചിത്രം എപ്പിക്കൽ ആക്ഷൻ എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്നതാണ്. അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥയാണ് ചിത്രം പറഞ്ഞു വയ്ക്കുന്നത്. ഭൂതകാലത്തിലൂടെയും വർത്തമാന കാലത്തിലൂടെയും കഥ പറയുന്ന ചിത്രം വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രമുഖ ബോളിവുഡ് നിർമ്മാതാവ് എക്താ കപൂർ സഹനിർമ്മാതാവായി എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിൽ
നായികയായി എത്തുന്നത് സഹാറ ഇസ്കാനാണ്. ബോളിവുഡ് താരം സഞ്ജയ് കുമാറിന്റെ മകൾ ഇഷാന കപൂറിന്റെ തെന്നിന്ത്യയിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് വൃഷഭ. എന്തായാലും പാൻ ഇന്ത്യൻ സിനിമയായി എത്തുന്നത് കൊണ്ടും മോഹൻലാൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് കൊണ്ടും ചിത്രത്തിന് ഇതിനോടകം വലിയ ഹൈപ്പാണ് ലഭിച്ചിരിക്കുന്നത്. വൈകാരിക രംഗങ്ങൾ കൊണ്ടും VFX കൊണ്ടും മികച്ച ദൃശ്യാനുഭവമായിരിക്കും പ്രേക്ഷകർക്കായി വൃഷഭ സമ്മാനിക്കുക എന്നാണ് സംവിധായകൻ ഉറപ്പു നൽകുന്നത്. ആ നിലയ്ക്ക് മോഹൻലാലിന്റെ അവിസ്മരണീയമായ പ്രകടനമായിരിക്കും ചിത്രത്തിൽ ഉണ്ടാകുക. അടുത്ത ചിത്രം ഏതാണെന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തത് മലയാളത്തിൽ ഇതുവരെ പിറന്നതിൽ ഏറ്റവും വലിയ മൾട്ടി സ്റ്റാർ ചിത്രം അത് 2020 ആയിരുന്നു. ഈ ചിത്രത്തിന് ശേഷം വീണ്ടും ഒരു മൾട്ടി സ്റ്റാർ ചിത്രം എത്തുന്നുവെന്ന വാർത്ത സോഷ്യൽ മീഡിയ കത്തിച്ചിരുന്നു. 18 വർഷത്തിന് ശേഷം മമ്മൂട്ടിയും ലാലേട്ടനും ഒന്നിക്കുന്ന മലയാളത്തിലെ ഡ്രീം പ്രൊജക്റ്റാണ് നിലവിൽ MMN എന്ന് വിളിക്കുന്ന ചിത്രം. മകേഷ് നാരായണൻ തിരക്കഥയും സംവിധാനവും ചെയ്യുന്ന ഈ മമ്മൂക്ക ചിത്രത്തിൽ മലയാള സിനിമാ പ്രേമികൾക്ക് ഇഷ്ടമുള്ള നിരവധി താരങ്ങൾ അണിനിരക്കുന്നുണ്ട്. അപ്ഡേറ്റുകൾ പ്രകാരം മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ആന്റി ഹീറോ വേഷത്തിലായിരിക്കും എത്തുക എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 150 ദിവസത്തോളം ഷൂട്ടുള്ള ഈ ചിത്രത്തിൽ 100 ദിവസത്തോളം ഷൂട്ട് മമ്മൂക്കയ്ക്കും 30 ദിവസത്തോളം ഷൂട്ട് ലാലേട്ടനുമുണ്ട്. നയൻതാര, രേവതി, ദർശന രാജേന്ദ്രൻ തുടങ്ങിയവരാണ് പ്രധാന സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. ഈ ബിഗ് ബഡ്ജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പല രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഈ ചിത്രം ഈ വർഷം പകുതിയോടെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ വമ്പൻ ചിത്രങ്ങളിലൂടെ ബോക്സ് ഓഫീസ് പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്ന ലാലേട്ടൻ ചിത്രങ്ങൾക്ക് വേണ്ടി ആരൊക്കെ കാത്തിരിക്കുന്നുവെന്ന് കമന്റ് ചെയ്യൂ. ഇതുപോലെ മറ്റ് നടന്മാരുടെ വരാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാ ബുധനാഴ്ചയും നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.